UPI വഴിയുള്ള പണമിടപാടുകളിൽ പുതിയ മാറ്റങ്ങളുമായി റിസർവ് ബാങ്ക്. ഒരാൾക്ക് തന്റെ ബാങ്ക് അക്കൗണ്ടിൽ UPI ഇടപാടുകൾ നടത്താൻ മറ്റൊരു വ്യക്തിയെ അനുവദിക്കുന്ന സംവിധാനമാണ് പുതിയതായി നിലവിൽ വരിക. UPI വഴി നികുതി അടയ്ക്കുന്നതിനുള്ള പരിധി 1 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രാഥമിക ഉപഭോക്താവിന്റെ UPI ഐഡിയിലൂടെ മറ്റൊരാൾക്ക് കൂടി ഇടപാടുകൾ നടത്താനാകുന്ന ഡെലിഗേറ്റഡ് പേയ്മെന്റ് സൗകര്യമാണ് RBI പുതിയതായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരാൾക്ക് തന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് UPI ഇടപാടുകൾ നടത്താൻ മറ്റൊരു വ്യക്തിയെ അനുവദിക്കുന്ന സംവിധാനമാണിത്. ഇതുവരെ ഉപയോക്താവിന് സ്വന്തം അക്കൗണ്ടിൽ നിന്നുള്ള പണം മാത്രമാണ് ഇടപാടിന് ഉപയോഗിക്കാനായിരുന്നത്. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ ഇത് മാറുകയാണ്. ഒരേ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 2 പേർക്ക് പണമിടപാട് നടത്താൻ അനുവദിക്കുന്ന നടപടി ഡിജിറ്റൽ പേയ്മെന്റിന്റെ വ്യാപ്തിയും ഉപയോഗവും കൂടുതലാക്കുമെന്ന് RBI ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. UPI വഴി നികുതി അടയ്ക്കുന്നതിനുള്ള പരിധി 1 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച ആരംഭിച്ച ധനനയ യോഗം അവസാനിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു RBI ഗവർണർ ശക്തികാന്ത ദാസ്. ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശ നിരക്കായ റിപ്പോ 6.5% തുടരും. തുടർച്ചയായി 9ാം തവണയാണ് പലിശ നിരക്കിൽ മാറ്റം വരുത്തേണ്ട എന്ന തീരുമാനം RBI കൈക്കൊള്ളുന്നത്. ഭക്ഷ്യവിലക്കയറ്റം തുടരുന്ന പശ്ചാത്തലത്തിലാണ് പലിശ നിരക്കിൽ മാറ്റം വരുത്തേണ്ട എന്ന തീരുമാനം റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പണപ്പെരുപ്പ് നിരക്ക് നിയന്ത്രണ വിധേയമാക്കാനാണ് റിസർവ് ബാങ്ക് പ്രാധാന്യം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.